പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കുടുംബത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ദൈവഭക്തിയുടെ കാര്യമാണെങ്കിലും ആത്മീയതയുടെ കാര്യമാണെങ്കിലും മാതാപിതാക്കന്മാരല്ല പ്രധാന കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. കൂടപ്പിറപ്പുകളാണ് തമ്മിൽ വളർത്തുന്നത്, കൂടപ്പിറപ്പുകളാണ് തമ്മിൽ ബലപ്പെടുത്തുന്നത്, കൂടപ്പിറപ്പുകളാണ് തമ്മിൽ സംരക്ഷണമായി നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്ത് സംരക്ഷണം കൊടുക്കാൻ പറ്റും? ഇവർ തമ്മിലാണ് സംരക്ഷണം. എൻ്റെ കൂട്ടത്തിൽ പറയുന്ന പനയത്തിൽ ബേബിച്ചേട്ടനുണ്ട്. ആ പനയത്തിൽ ബേബിച്ചേട്ടൻ പറയും, അവർ കുറേ കൂടപ്പിറപ്പുകളുണ്ട്. ഒരാൾക്ക് ഒരു 90 ലക്ഷം ഉറുപ്പിക പെട്ടെന്ന് വേണ്ടി വന്നു. ഉടനെ സഹോദരങ്ങൾ തമ്മിൽ വിളിച്ചു പറഞ്ഞു, 90 ലക്ഷം അല്ല, ഒരാഴ്ച കൊണ്ട് 1 കോടിയിലധികം ഉറുപ്പിക സഹോദരങ്ങൾ തമ്മിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തു. അപ്പോൾ ബേബിച്ചേട്ടൻ പറയാണ്, അച്ഛാ, ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങൾ 8-10 സഹോദരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു ആവശ്യം ഒരാൾക്ക് വന്നപ്പോൾ ബാക്കി എല്ലാവരും ചേർന്ന് അത് പലിശക്കാരുടെ കൈപ്പെടാതെ 1 കോടി ഉറുപ്പിക സംഘടിപ്പിക്കാൻ പറ്റി. ഇപ്പം ബേബിച്ചേട്ടൻ പറയുക, എൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്തായിരിക്കും? 2 പേരേ ഉള്ളൂ. എൻ്റെ മക്കളുടെ കാലത്ത് എൻ്റെ മകനൊരു ആവശ്യം വന്ന് ആരാ ഉള്ള അച്ഛാന്ന് പറഞ്ഞ് ഇപ്പം വിഷമിക്കുക. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ വഴി പ്രസവം ക്ലോസ് ചെയ്ത ആളുകൾക്ക് റീ ഓപ്പറേഷൻ വഴി വീണ്ടും പ്രസവിക്കാൻ അവസരമുണ്ട്. നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ റീ ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും പ്രസവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ധ്യാനം കഴിഞ്ഞ ഉടനെ അന്വേഷിക്കണം. ഇംഗ്ലണ്ടിൽ അമേരിക്കയിലൊക്കെ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പ്രസവം നിർത്തിയവർ ഇന്ത്യയിൽ വന്ന് റീ ഓപ്പറേഷൻ ചെയ്ത് അവിടെ പോയി തുരുതര പ്രസവിച്ചുകൊണ്ടിരിക്കുക. UK ഗർഭിണികളെ മുട്ടി നടക്കാൻ നേരെയില്ല. കാരണം അവിടെ യങ് കപ്പിൾസാണ്. അതുകൊണ്ട് അവിടെ ഈ ദൂത് പ്രസംഗിച്ചു. അവർ ധ്യാനം കഴിയുമെന്ന് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ ഒരു 12 കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പറയും, ദൈവമേ വർഷം കുറേ പോയി, അതുകൊണ്ട് ഇനി ട്വിൻസിനെ കൊടുക്കാൻ പറയും. ഇപ്പോൾ ചെല്ലുമ്പോൾ ഇരു കരങ്ങളിലും ട്വിൻസിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക, കൂട്ടം കൊട്ടയ്ക്കകത്ത് നിറച്ചും കുട്ടികളുമായിട്ട് വരുന്ന മാതിരിയാണ്. അവിടെ ധാരാളം മക്കളുള്ള കുടുംബങ്ങളെ പുതുതലമുറേനെ UK അമേരിക്കയിലും ഈശോ ഒരുക്കുകയാണ്. മലയാളികൾ ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇനി എന്തെങ്കിലും കാരണത്തിൽ ഞാൻ ആലപ്പുഴ വഴി പോകാൻ ഇടവന്നാൽ കൊട്ടക്കണക്കിന് കുട്ടികളെ കാണാൻ ദൈവം അനുവദിക്കുമെന്ന് എനിക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊന്നും വെറുതെ അല്ല, അവർ ഉള്ളിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അട്ടപ്പാടിയിൽ ഒരുപാട് ചെറുപ്പക്കാർ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടെ എന്നോട് കൂട്ടായ്മയിൽ വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്. ദൈവം എത്ര മക്കളെ തന്നാലും അത്രയും മക്കളെ സ്വീകരിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രസവം നിർത്തില്ല. അതൊരു ധൈര്യമാണ്. 50 മക്കളെ തന്നാൽ 50 മക്കളെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ നിൽക്കുന്ന പാരൻസ്. പക്ഷേ ദൈവാദനം കൊടുക്കില്ല. കാരണം ചിലപ്പോൾ 3, ചിലപ്പോൾ 6, ചിലപ്പോൾ 12, മാക്സിമം 14 ആയിരിക്കും, അറിയാൻ പറ്റില്ല. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത്രേ കുട്ടികൾക്ക് കിട്ടുള്ളൂ കുടുംബങ്ങളിൽ. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നെ പ്രിയപ്പെട്ട മക്കളെ സൃഷ്ടിച്ചു. ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം എന്നറിയോ? ഈ ഭൂമിയിൽ ഇവർക്കൊന്നിനും കുറവ് വരരുത്, ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമെന്ന് ദൈവത്തിന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ദൈവം സകല അനുഗ്രഹങ്ങൾ ഇവർക്കുണ്ടാകാൻ വേണ്ടി ഒരു അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്താ അനുഗ്രഹം എന്നറിയോ? അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കുവീൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കുവീൻ. എല്ലാ അനുഗ്രഹങ്ങളും, വിദ്യാഭ്യാസം, ബുദ്ധി, ദൈവഭക്തി, പ്രാർത്ഥന, സമ്പത്ത്, സമാധാനം, വിശുദ്ധി, ദൈവകൃപ, എല്ലാ അനുഗ്രഹവും, ദൈവം പറഞ്ഞിട്ടുള്ള മുഴുവൻ അനുഗ്രഹവും ഞങ്ങളുടെ അടിസ്ഥാന അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും തലതൊട്ടമയാണ് സന്താനപുഷ്ടി. ദൈവം മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിട്ട് മനുഷ്യവംശത്തിനും ലോകത്തിനും കൊടുത്ത അനുഗ്രഹങ്ങളിൽ ദ ഫസ്റ്റ് ബ്ലെസ്സിങ് എവർ സെറ്റ് സന്താനപുഷ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ആദം ഏത് ജാതിപ്പെട്ടതായിരുന്നു? ക്രിസ്ത്യാനി ആയിരുന്നോ? യഹൂദനായിരുന്നോ? എല്ലാ മനുഷ്യരുടെയും പ്രതീകമായിരുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതീകമാണ് ആദം. വേറൊരു വാക്കി പറഞ്ഞാൽ ഈ കൽപ്പന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഇത് ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും ഹൈന്ദവർക്കും ഇന്ത്യയിലുള്ളവർക്കും ചൈനയിലുള്ളവർക്കും യൂറോപ്പിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ആഫ്രിക്കയിലുള്ളവർ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലങ്ങളിലുള്ള സകല മർത്യർക്കുമുള്ള കൽപ്പനയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഈ കാര്യത്തിൽ ദൈവഭയത്തോടെ ധാരാളം മക്കളെ സ്വീകരിക്കുന്നതിൽ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ധാരാളം സമ്പത്ത് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചേട്ടൻ, ജോണി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിങ്ങനെ ദരിദ്രരായിരിക്കാൻ കാരണം അച്ഛന്മാരെ പോലുള്ളവർ ശരിക്കും വചനം പ്രസംഗിക്കാതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ ചേട്ടൻ പറഞ്ഞു, ഞാനും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനൊരു മുസ്ലിം സഹോദരനാണ്. അവർ രണ്ടുപേരും കൂടെ 5 ഏക്കർ സ്ഥലം മണ്ണാർക്കാട് ദേശത്ത് വാങ്ങി. 2.5 ഏക്കർ നമ്മുടെ ജോണി ചേട്ടനും എടുത്തു, 2.5 ഏക്കർ സ്നേഹിതനായ ഒരു കാതർക്കായോ അങ്ങനെ ഒരു സഹോദരനും എടുത്തു. അങ്ങനെ 5 ഏക്കർ. ഈ ജോണി ചേട്ടൻ ബേസിക്കായിട്ട് കൃഷിക്കാരനായി ജോണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കൃഷി കപ്പയാണ്. അങ്ങനെ കളച്ച് മറിച്ച് ചാണകപ്പൊടിക്കിട്ട് ചുട്ട് കപ്പയിട്ട് നല്ല വിധത്തിൽ നോക്കും. ആ മുസ്ലിം സഹോദരൻ ബേസിക്കായിട്ട് ബിസിനസ്സുകാരനാണ്. എന്നാൽ സമയം കണ്ട് ഓടി വന്ന് പറമ്പിൽ കുറച്ച് കാച്ചിലോ കപ്പയോ ഒക്കെ ഇട്ടിട്ട് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളവെടുക്കുന്ന സമയത്ത് ജോണി ചേട്ടൻ കപ്പ പറിക്കും പ്രതീക്ഷയോടെ. കപ്പ പറിക്കുമ്പോൾ, കപ്പയെന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലായോ? അപ്പം മരച്ചീനി, അതല്ലേ ഇവിടുത്തെ വാക്ക്? കപ്പയുടെ ജോണി ചേട്ടൻ കപ്പ പറിച്ചു. പേക്കെന്ന് പറഞ്ഞ് 2 കിഴങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാതർക്ക വന്ന് കപ്പ പറിച്ചു. കിലോ കണക്കിന് കപ്പ, ഒരുപാട് ഇറുങ്ങനെ കപ്പക്കിഴങ്ങുകൾ. വാസ്തവത്തിൽ കാതർക്ക കാര്യമായിട്ട് കൃഷി അല്ല, ബിസിനസ്സാണ്. അപ്പോൾ ഈ ജോണി ചേട്ടൻ എന്ന് സങ്കടം. അതുകൊണ്ട് ജോണി ചേട്ടൻ പള്ളി വന്നിരുന്ന് ദൈവത്തോട് പരിഭവം പറയും, ദൈവമേ, പക്ഷപാതം പാടില്ല. ഞങ്ങൾ ഒരേ കോമ്പൗണ്ട് വാങ്ങിച്ചിട്ട് 2.5 ഏക്കർ ഞാനും എടുത്ത്, 2.5 ഏക്കർ എൻ്റെ സ്നേഹിതനും എടുത്തു. പക്ഷെ ഞാൻ കപ്പ പറിച്ച ഇങ്ങനെ നിൽക്കുന്ന 2 നരുന്ത് പിടിച്ച് 2 കിഴങ്ങ്. എന്നാൽ എൻ്റെ സ്നേഹിതന് കപ്പ പറിക്കുമ്പോൾ വലിയ വലിയ കിഴങ്ങുകളും ഇഷ്ടംപോലെ വിളവും. കുറേ നാൾ ഇദ്ദേഹത്തിൻ്റെ പരിഭവം ഇതായിരുന്നു. ഒരു ദിവസം ദൈവം ഇടപെട്ട്, എന്തിനങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് ചോദിച്ചു. കപ്പയുടെ വിഷയം തന്നെയാണെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, അതിനെന്തിനാ വിഷമിക്കണത്? ജോണി ചേട്ടൻ എത്ര മക്കളുണ്ട്? 2 മക്കളല്ലേ ഉള്ളൂ, 2 കിഴങ്ങ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ജോണി ചേട്ടൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു, അച്ഛാ, ഞങ്ങളുടെ കപ്പയ്ക്ക് വിളവുണ്ടാകുന്ന കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുകൊണ്ട് ഇതുപോലെ ധാരാളം മക്കളുണ്ടാകണം എന്ന് പഠിപ്പിക്കണില്ല? പ്രിയപ്പെട്ട, അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കുട്ടികളുടെ എണ്ണം വെട്ടിക്കുറച്ച് 1 കുട്ടി 2 കുട്ടിയായി നിൽക്കുന്ന കൈകളുണ്ടല്ലോ, ലോകത്തിൽ ഒന്നും ചെയ്യാൻ വർക്കത്തില്ലാത്ത കൈകളാണ്. ഒരു ബിസിനസ് തുടങ്ങാനോ, നിങ്ങൾ ആ കൈ കൊണ്ട് ബിസിനസ് തുടങ്ങി നോക്കിയാൽ അടിക്കടി പരാജയപ്പെട്ട് വരുന്നത് കാണാം. കാരണം കുടുംബത്തിൽ മക്കളില്ല. ആ കൈ കൊണ്ട് കപ്പ നട്ട് നോക്ക്, വർക്കത്തുണ്ടാവില്ല, ഒരു സമൃദ്ധി ഉണ്ടായില്ല. കാരണം എന്താ? കുടുംബം അങ്ങനെയാണ്, മക്കളെ കുറച്ച കുടുംബം. ധാരാളം മക്കളുണ്ടാകട്ടെ, ഒന്നും വേണ്ട, വെറുതെ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാൽ മതി, എല്ലാ ഭാഗത്തും ദൈവം തരും. കാരണം ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഈ മക്കളെ തീറ്റിപ്പോറ്റുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ മനസ്സിലാക്കി, കുട്ടികളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്ന പാരൻസ്, അത് ദൈവം തന്ന കുട്ടികളെല്ലാം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. കുട്ടികളെ ദൈവം തന്നു എന്നാൽ വേണ്ടാന്ന് വിചാരിച്ചു പ്രസവമൊക്കെ നിർത്തിയ കൈകളാണെങ്കിൽ ഒരു കപ്പ നടാൻ പോലും ഗുണമില്ലാത്ത കൈകളാണ്. പ്രൈസ് ദി ലോർഡ്. ധാരാളം മക്കളുള്ള അപ്പനും അമ്മയുണ്ടോ? നിങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവരെ വിളിക്കുക, സമൃദ്ധി ഉണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് പറയുമ്പോൾ ഒരുപാട് പേര് പ്രസവം നിർത്തിയവരാണ്. അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണം. പ്രസവം നിർത്താത്തവരും കല്യാണം കഴിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ദൈവസന്നിധിയിൽ ആലോചിക്കണം. എൻ്റെ ദൈവമേ, ദൈവവചന പ്രകാരം ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ എന്നെ സഹായിക്കണം. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ പഠിച്ച പഠിപ്പ് കൊണ്ടോ നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കളുടെ മാനസിക ആരോഗ്യം, നിങ്ങളുടെ മക്കളുടെ ജോലി, ഇതൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്, എത്ര മക്കളുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ ചിന്തിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ധാരാളം മക്കളുണ്ടെങ്കിലും, അതിന് വീണ്ടും ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം, അവിടെ നമ്മൾ കാണുന്നത് ആദ്യത്തെ മനുഷ്യവംശം നശിപ്പിക്കപ്പെട്ടു, രണ്ടാമത്തെ മനുഷ്യവംശം ദൈവം രൂപം കൊടുത്തു. അതാണ് 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. ജലപ്രളയം കഴിഞ്ഞ് നോഹിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു വംശത്തെ ദൈവം രൂപം കൊടുക്കുകയാണ്. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. രണ്ടാമത്തെ മനുഷ്യവംശത്തിൽ ദൈവം കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹം സന്താനപുഷ്ടിയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ ദിവസം 15-ാം അധ്യായം ദൈവത്തിൻ്റെ ജനത്തെ രൂപപ്പെടുത്താൻ വേണ്ടി അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹത്തിന് കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം നമ്മൾ കാണുന്നത് 15-ാം അധ്യായം അതിൽ 5-ാമത്തെ വാക്യമാണ്.
അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് നോക്കാൻ ദൈവം പറഞ്ഞു. ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കളെ തരും. വീണ്ടും അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് കല്യാണം കഴിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായം 60-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇസഹാക്ക് കല്യാണം കഴിച്ച് റെബേക്കയെ കൊണ്ടുവരികയാണ്. അപ്പോൾ റെബേക്ക അവരുടെ വീട്ടിൽ നിന്ന് ഇസഹാക്കിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ സഹോദരിമാരും ആങ്ങളമാരും എല്ലാം അവിടെ നിന്നു. എന്നിട്ട് റെബേക്കയോട് പറയുന്നത് എങ്ങനെയാണ്, റെബേക്ക നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായിട്ട് തിരിച്ചു വരാവൂ. കൂടപ്പറപ്പുകൾ സഹോദരിക്ക് കൊടുത്തുവിടുന്ന നിർദ്ദേശം. ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് നീ അങ്ങനെ ആ പുട്ടിയിട്ട് സുന്ദരിയായി മിനിങ്ങി നടക്കാൻ വേണ്ടി അല്ല നിന്നെ വിടുന്നത്. നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടുമ്പോൾ നിനക്കൊരു ആശംസ തരികയാണ്, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി നീ തിരിച്ചു വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരിമാരെങ്കിൽ ഇതുപോലൊരു ആശംസ കൊടുക്കണം. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി മാറണം, ഒരമ്മയായി തീരുന്നതിൽ അഭിമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പെറ്റ് പെരുകണം, അതിൽ സന്തോഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കും. വീണ്ടും വിശുദ്ധ ലിഖിതങ്ങളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗമുണ്ട്. യാക്കോബ് ഓടി പോകുന്ന സമയത്ത് മരുഭൂമിയിൽ അങ്ങനെ കറന്നുറങ്ങുമ്പോൾ ഒരു ഗോവണിയുടെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൈവം യാക്കോബിനോട് പറഞ്ഞത് എങ്ങനെയാണ്, നീ കിടക്കുന്ന ഈ ഭൂമി മുഴുവൻ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരും. നിന്റെ മക്കൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. ദൈവമക്കളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ കണക്ക് ആകാശത്തെ നക്ഷത്രജാലങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, ഇങ്ങനത്തെ കണക്കാണ് ദൈവത്തിനുള്ളൂ. ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം, നമ്മൾ 2, നമുക്കൊന്ന്. ഇത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല സഹോദരങ്ങളെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം വിശുദ്ധ വചനം വഴി നമ്മളോട് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന ആ വഴികൾ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ലംഘിക്കണമെന്ന് സാത്താന് നിർബന്ധമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ദൈവഭക്തി ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് മാനസികാരോഗ്യം ഉണ്ടാകാതിരിക്കാൻ സാത്താൻ വളരെ കൗശലപൂർവ്വം ദൈവം തന്ന ആദ്യത്തെ അനുഗ്രഹത്തിൻ്റെ വഴി വീട്ടിൽ നമ്മൾ എടുത്തു കളയും, സന്താനപുഷ്ടി. മരിക്കുന്നതിന് മുമ്പ് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ആ വചനങ്ങൾ ലംഘിക്കാൻ സാത്താൻ ഓരോരുത്തരും നിർബന്ധിച്ചിരിക്കും. ഓരോ കുടുംബങ്ങളിൽ എത്രമാത്രം അരങ്ങേറുന്നുണ്ട് എന്ന് ചിന്തിക്കണം. കർത്താവേ യേശുവേ എന്നൊക്കെ വിളിക്കുമ്പോൾ കുടുംബത്തിൽ ദൈവവചന ലംഘനങ്ങളല്ല നടക്കുന്നതെന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു ദൈവവചനം 128-ാം സങ്കീർത്തനം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ചിത്രം വരച്ചു വെക്കുന്നുണ്ട്. അവിടെ ദൈവം പറയാണ്, ഈ കുടുംബം ഇങ്ങനത്തെ കുടുംബമാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി വന്ന് താമസിക്കും. കർത്താവേ വേഗം വാ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, അങ്ങനെ ഒന്നും നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഇഷ്ടത്തോടു കൂടെ വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷിച്ച് താമസിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. 128-ാം സങ്കീർത്തനത്തിലെ ആ ഒരു വചനപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ, 128-ാം സങ്കീർത്തനത്തിൽ അതിൽ 2 മുതലുള്ള വാക്യങ്ങൾ, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ. ഫലസമൃദ്ധമായ മുന്തിരി എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിങ്ങ കായ്ക്കുന്ന മുന്തിരിയല്ല, 2 മുന്തിരിങ്ങ മാത്രം കായ്ച്ചു കിടക്കുന്ന മുന്തിരിവള്ളി അല്ല ഫലസമൃദ്ധമായ മുന്തിരിവള്ളി. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കണം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് മരത്തൈകൾ പോലെ ഇരിക്കണം. 1 2 അല്ല, ഒരു മരത്തിൻ്റെ ചുറ്റിലും നിറച്ചും വളരുന്ന തൈകളുണ്ടല്ലോ, അതേമാതിരി നീ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഒലിവ് മരത്തൈകൾ പോലെ ഇരിക്കണം. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കും. ഇതാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നൊരു കുടുംബത്തിൻ്റെ ചിത്രം. നീ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് മര തൈക്കൂട്ടങ്ങൾ പോലെ. മക്കൾ ഇല്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ ശാപമുള്ള കുടുംബങ്ങളല്ല, കർത്താവ് പ്രത്യേകം സ്നേഹിക്കുന്ന കുടുംബങ്ങളാണ്. അബ്രാഹത്തിൻ്റെ കുടുംബത്തെ ചിന്തിച്ചു നോക്ക്. അബ്രാഹത്തിന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കളുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ട് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ വന്ധ്യയായിരുന്നു.
98 വയസ്സായതിനു ശേഷമാണ് എന്തൊക്കെയോ ഒരു അനക്കം ഉണ്ടായത്. മൃതപ്രായമായ അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട്, വന്ധ്യമായ ആ അവസ്ഥ, അത് ദൈവം അനുഗ്രഹിച്ച കുടുംബത്തിലെ സ്ഥിതിയാണത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുന്നത് മോശമാണ് എന്ന് ചിന്തിക്കണ്ട. ഇസഹാക്കിൻ്റെ ഭാര്യ 1000ങ്ങളുടെയും 10,000 അമ്മയാകുമെന്ന് പറഞ്ഞ് എല്ലാം ആശംസിച്ച് വിട്ട്. പക്ഷേ കല്യാണം 40ാമത്തെ വയസ്സ് നടന്നെങ്കിലും 60ാമത്തെ വയസ്സ് പറഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടായത്. കല്യാണം കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസഹാക്കിന് ഒരു കുട്ടി ഉണ്ടാകുന്നത്. സക്കറിയ, എലിസബത്തിൻ്റെ കുടുംബം, സ്നാപക യോഹന്നാൻ ജനിച്ചത്, സാമുവൽ ജനിച്ചത്, വലിയ വലിയ യുഗപ്രാഭവന്മാർ ജനിച്ചത്, വർഷങ്ങളോളം കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കൾ ഉണ്ടാകാതിരുന്ന ആ കുടുംബങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം വന്ന മക്കളാണ് ലോകത്തെ കീഴ്മേൽ മറിച്ച വലിയ പ്രവാചകന്മാർ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടമാനം തലകുത്തി മറിയണ്ട. നമ്മൾ ഞായറാഴ്ച സാബത്ത് ആചരിക്കുക, ദശാംശം കൊടുക്കാൻ പറഞ്ഞാൽ ദശാംശം കൊടുക്കുക, പിന്നെ ധാരാളം മക്കളെ സ്വീകരിക്കുക. എത്ര സമ്പത്തുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി മക്കളെ സ്വീകരിക്കുക എന്നുള്ളതല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് എത്ര ശേഷിയുണ്ട് അത്രയും മക്കളെ സ്വീകരിച്ചോ എന്നുള്ളതല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവം തരുന്ന അത്രയും മക്കളെ സ്വീകരിക്കുക. ചിലപ്പോൾ രോഗികളായ മക്കളാണോ, ഓക്കെ. ചിലപ്പോൾ മന്ദബുദ്ധികളാണോ, ഓക്കെ. ദൈവം തരുന്നത് പോലെ സ്വീകരിക്കുക. ചിലപ്പോൾ ഒരു ദിവസം ജീവിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം ജീവിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ 100 വർഷം ജീവിക്കുന്നവരായിരിക്കും. അതിൻ്റെ നിശ്ചയം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം തരുന്നത് പോലെ മക്കളെ സ്വീകരിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചും കൂടെ ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ധാരാളം മക്കൾ, കുറച്ച് പാപം, കുറച്ച് മക്കൾ, കൂടുതൽ പാപം. തിരഞ്ഞെടുപ്പ് നടത്തണം. 1-2 മക്കളുമായിട്ട് ഒരുപാട് പാപകരമായ സുഖലോലുപതയുടെയും മദ്യവും പ്രാർത്ഥനയില്ലായ്മയും കലഹവും വിവാഹമോചനങ്ങളും ഇങ്ങനെ മക്കളില്ലാത്ത കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ അവിടെ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റണുണ്ടോ? 1 മാസം 2 മാസം കഴിയുമ്പോൾ വിവാഹമോചനം ഇന്ന് പെരുകി വരികയാണ്. കുടുംബജീവിതം ഇന്ന് അസാധ്യമാകുമ്പോൾ അത്രയും വലിയ കഷ്ടപ്പാട് നിറഞ്ഞായി മാറുകയാണ്. കാരണം എന്താ? ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല, സഹിക്കാനും ക്ഷമിക്കാനും കഴിവില്ല മക്കൾക്ക്. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ രണ്ടും നമുക്കൊന്ന്, മക്കളുടെ എണ്ണം പരമാവധി കുറയ്ക്ക്. നമുക്ക് കാനാൻ നാട്, നമുക്ക് സ്വർഗ്ഗനാട് ഇവിടെ തീർക്കാം എന്ന് പലരും പല ഉപദേശങ്ങളും നൽകും. എന്നാൽ മക്കളുടെ എണ്ണം കുറയ്ക്ക്, കാനാൻ നാട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്ത് ഇന്ന് കുടുംബങ്ങൾ നരകതുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രോഗങ്ങളും തകർച്ചകളും വിഷമവും വൈരാഗ്യവും വിവാഹമോചന കേസുകളും സ്വാർത്ഥതയും തന്നിഷ്ടവും നിറഞ്ഞിട്ട് ഒരാൾക്ക് വേറൊരാളെ പറഞ്ഞ് തിരുത്താൻ പറ്റാത്ത വിധം സ്വാർത്ഥന്മാരുടെ ആ ഒരു പ്രത്യേക കൂട്ടമായി ഇന്ന് കുടുംബം മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധി, സഹിഷ്ണുത, ക്ഷമ, സ്നേഹം, തുറവി, ഹൃദയവിശാലത ഇതുണ്ടാകുന്നത് ധാരാളം മക്കളുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്കാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിന് ദൈവവചന പ്രകാരമായ വിശുദ്ധമായൊരു അടിത്തറ. പണമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ, ഞങ്ങളുടെ ആരോഗ്യമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ. ദൈവമേ, അങ്ങ് എത്ര മക്കളെ തരുന്നോ ആ സന്താന പുഷ്ടിയുള്ള കുടുംബം, ആ അനുഗ്രഹമുള്ള കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറാൻ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കി ഒന്ന് സ്തുതിക്കാം. യേശുവേ, 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 ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും വരണമേ. അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും അവിവേകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് ക്ഷമിച്ച് പുതുതലമുറയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ധാരാളം മക്കളുള്ള പുതുതലമുറയുടെ കുടുംബങ്ങൾ ഈ ദേശം അവകാശപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉറക്കെ പറയാ ഹല്ലേലൂയ.